നമ്മൾ നിസ്കാരത്തിൽ രണ്ട് സുജൂദിന്റെ ഇടയിൽ ചൊല്ലുന്നൊരു ദിക്റുണ്ട്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതിൽ നമ്മളൊരു 7 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മളത് ചൊല്ലുകയാണെങ്കിൽ നമുക്കതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയും. ദുന്യവിയും മുഹ്റവിയുമായ നമ്മുടെ പ്രധാനപ്പെട്ട 7 ആവശ്യങ്ങളാണ് ഈ ഒരു ദുആയിലൂടെ ദിക്റിലൂടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അതിനർത്ഥം നമുക്കൊന്ന് പഠിക്കാം. റബ്ബിഗ്ഫിർലി, എൻ്റെ രക്ഷിതാവേ, നീ എന്നോട് പൊറുക്കണേ. ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം നീ എന്നോട് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ. അത് കഴിഞ്ഞാൽ വർഹംനി, എന്നോട് നീ കാരുണ്യം കാണിക്കണേ, ഈ ലോകത്തും നാളെ പരലോകത്തും നീ എന്നോട് കരുണ കാണിക്കണേ. വജ്ബുർനി, എനിക്ക് നീ ഐശ്വര്യം നൽകണേ. വർഫഅനി, എന്നെ നീ ഉയർത്തണേ. എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ ഈമാന് കൊണ്ടും സ്വാലിഹായ കർമ്മങ്ങൾ കൊണ്ടും എന്നെ ഉയർന്നവനാക്കണം. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ വലിയ പദവികൾ നൽകിയിട്ട് അവിടെയും എനിക്ക് ഉയർച്ച നൽകണേ. വർസുഖ്നി, നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എനിക്ക് നൽകണേ. വഹ്ദിനി, തെറ്റും ശരിയൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്നെ നല്ല വഴിയിൽ നീ നടത്തണേ. വആഫിനി, രോഗങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറ്റി എനിക്ക് ആരോഗ്യം നൽകണേ, എന്നെ ആരോഗ്യവാനാക്കണേ എന്ന് തുടങ്ങുന്ന ദുന്യവിയും മുഹ്റവിയുമായ 7 ആവശ്യങ്ങൾ, രണ്ടും ഉൾക്കൊള്ളുന്ന 7 ആവശ്യങ്ങളാണ് നമ്മൾ അല്ലാഹുവിനോട് ഈ ദിക്റിലൂടെ ചോദിക്കുന്നത്. ഒരു ദിവസം തന്നെ 19ഓളം തവണ സുന്നത്തും ഫർളും ഒക്കെ ആയിട്ടുള്ള നിസ്കാരത്തിലൂടെ 50ഓളം തവണ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്തെ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ പോരെ നമ്മുടെ ജീവിതം മാറി മറിയാൻ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മളൊക്കെ ഇതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലുന്നവരാവണം. എന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിസ്കാരത്തിലുടനീളം അങ്ങനെയാണ്. ഓരോന്നും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നും അതുപോലെ തന്നെ ഞാൻ എന്താണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നിസ്കാരത്തേക്കാൾ വലിയ ഹരമുള്ള മറ്റൊരു അമല് നമുക്ക് കാണാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നിസ്കരിക്കാനും അമലുകൾ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.